രാവിലത്തെ പൊങ്കാല കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആയി. എന്തായാലും അടുത്ത ചടങ്ങിന് വേണ്ടിയിട്ട് സാരിയൊക്കെ നേരത്തെ പ്രീ ഫ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ആ ഒരു വലിയ ടാസ്ക് എന്തായാലും ഒഴിവാക്കി കിട്ടി. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, ഈ 7-ാം മാസം ഭയങ്കര വിപുലമായിട്ടുള്ള ചടങ്ങുകളൊന്നും വേണ്ട. കാരണം എൻ്റെ വീടും ചേട്ടയുടെ വീടും തമ്മിൽ ഏകദേശം ഒരു 65 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുന്നവരെല്ലാവരും നമുക്ക് അടുപ്പമുള്ള ആൾക്കാരാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അപ്പം വിളിക്കുന്നവരെല്ലാവരും ഉറപ്പായിട്ട് എന്തായാലും ഫംഗ്ഷന് വരും. അപ്പോൾ അവർക്ക് ആ ഒരു ദിവസം പോകുന്ന കേസാണ്. കാരണം അത്രയും ദൂരം ട്രാവൽ ചെയ്ത് എല്ലാവർക്കും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് കാണും, ബാക്കിയുള്ള തിരക്കുകൾ കാണും. ഇതെല്ലാം മാറ്റി വെച്ച് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് മാക്സിമം ചെറുതായിട്ട് വലിയ ആർഭാടമൊന്നും ഇല്ലാതെ കുഞ്ഞായിട്ട് ചടങ്ങ് നടത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ആ ഒരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം അവർ ഓക്കെ ആയിരുന്നു. പിന്നീട് 2 വീട്ടിലെ അമ്മമാർ പറഞ്ഞു ശരിയാവത്തില്ല, നമുക്ക് കുറച്ച് പേരെങ്കിലും കൂട്ടി, കാരണം വീട്ടിലേക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞാണ്. അപ്പം ചടങ്ങ് കുറച്ചെങ്കിലും നമുക്ക് നടത്തണം എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. അവസാനം കുറച്ച് പേരെ ഉൾക്കൊള്ളിച്ച്, വേണ്ടപ്പെട്ടവരെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നല്ല ദൂരം ഉള്ളതുകൊണ്ട് എല്ലാവരെയും കൂടെ എന്തിനും ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊരു മൈൻഡ് ഉള്ളതുകൊണ്ടും കുറേ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി കുഞ്ഞൊരു ചടങ്ങ് നടത്താം എന്ന്. വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ കസിൻസും അപ്പച്ചിമാരും എല്ലാവരും വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ അവരൊരു വട്ടം കൂടെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. 1 മണിക്കൂർ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാമറ ഓൺ ആണല്ലോ എന്നുള്ള കാര്യം ഞാൻ പിന്നീട് വളരെ വൈകിയാണ് കേട്ടോ അറിഞ്ഞത്. ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തതല്ല, ആക്സിഡൻ്റലി വന്ന് പെട്ട വീഡിയോസാണ്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വീഡിയോ ഓണായിരുന്നത്. പിന്നെ ഞാൻ സെറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുടെ ആകെപ്പാട് ഒരുമിച്ചുള്ളൊരു ക്ലിപ്പ് ഇത് മാത്രം. കാരണം പിന്നീട് തിരക്കായി കഴിഞ്ഞപ്പോഴത്തേനും വീഡിയോ എടുക്കാനോ പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. വളരെ ചെറിയൊരു ചടങ്ങാണെങ്കിൽ പോലും നമ്മൾ വിളിച്ചവരെല്ലാവരും അവരുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് വന്നപ്പോഴത്തേനും അത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. എന്തായാലും അവിടുന്ന് നമുക്ക് 7 കൂട്ടം പലഹാരങ്ങളായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ആചാരം. അപ്പോൾ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിലൊരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ജ്യോത്സ്യം കുറിച്ച് വന്ന സമയം അതേപോലെയായിരുന്നു. പെട്ടെന്നുള്ള ഹറിബറി ആയിട്ടുള്ളൊരു സമയമായിരുന്നു. വീട്ടിൽ കയറേണ്ട സമയമാണെങ്കിലും ദൂരെ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാനും പറ്റാത്തതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് എല്ലാത്തിനുമായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ കുഞ്ഞുവാവയായിട്ടായിരിക്കും. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം.